ഇങ്ങനെ പരമപ്രശ്നത്തിൽ കൂടിയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യം വലിയ കഷ്ടമാണ്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതൊക്കെ തന്നെ ആവർത്തിക്കും എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. അത് പൊതുവേ കോൺഗ്രസ്സുകാരുടെ വലിയ ക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പാലോട് രവി പറഞ്ഞ സത്യമാണെങ്കിൽ പോലും പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പറയാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് DCC പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരാൾ പാർട്ടി ജയിക്കുമെന്ന് മാത്രമേ പറയാവൂ. പാർട്ടി തോറ്റു കഴിഞ്ഞാലും നമ്മൾ ജയിച്ചു എന്ന് പറയാവൂ. പക്ഷേ ഇദ്ദേഹം അത് പറഞ്ഞു. ഇനി ഇദ്ദേഹം പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ, ഇതിൽ പതിരാണോ കതിരാണോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. മറുഭാഗത്ത് CPM ആണ്. അവരുടെ സംഘടനാ സംവിധാനം ഗംഭീരമാണ്. അവർക്ക് നിരവധി പ്രവർത്തകരുണ്ട്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. സമുദായ സംഘടനകളുമായിട്ട് അവർക്ക് ഇണങ്ങിയും പിണങ്ങിയും നല്ല ബന്ധമുണ്ട്. കാര്യം നടത്തിയെടുക്കാൻ പ്രാപ്തിയുള്ള നേതൃത്വമുണ്ട്. പിന്നെ മറുഭാഗത്ത് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് BJP ശക്തമാണ്. ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്തെത്തി. ആറ്റിങ്ങലിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ മുന്നേറ്റമൊക്കെ BJPക്ക് പറ്റി. ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ BJPക്ക് വലിയ സ്വാധീനമായി. അത് രവി ഭംഗേന്ദ്രനെ പറയുന്നുണ്ട്. നായന്മാരെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് BJP ആയി. ഈഴവരുടെ ഇടയിലും BJP വലിയ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു തിരുവനന്തപുരം പോലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.